ഇടുക്കി തൂവൽ വെള്ളച്ചാട്ടത്തിൽ കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട വിനോദസഞ്ചാരിയെ അതിസാഹസികമായ ഒരു സമീപവാസി രക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. വളരെ നെഞ്ചിടിപ്പോടെയാണ് പ്രേക്ഷകർ ഈ രംഗമൊക്കെ കണ്ടത്. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ സഹായമായത് പ്രിൻസ് കുര്യാക്കോസ് എന്നൊരു യുവാവിൻ്റെ അവസരോചിതമായ ഇടപെടലായിരുന്നു. കാഴ്ച ഭംഗി കൊണ്ട് ആരെയും ആകർഷിക്കുന്ന തൂവൽ വെള്ളച്ചാട്ടത്തിൽ പതിയിരിക്കുന്ന അപകട ചുഴികളെ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നത് മറ്റൊരു കാര്യം. മൂന്ന് തട്ടുകളിലായി താഴേക്ക് പതിക്കുന്ന മനോഹരമായ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴെ നിന്നും ഒരേപോലെ ആസ്വദിക്കാൻ കഴിയുക എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ തൂവൽ വെള്ളച്ചാട്ടത്തിൽ പതിയിരിക്കുന്ന അപകട ചുഴികളെപ്പറ്റി പലർക്കും അറിയില്ല എന്നതാണ് വസ്തുത. തമിഴ്നാട് മധുര സ്വദേശിയായ യുവാവ് കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഒരു മരക്കൊമ്പിൽ പിടിച്ചു കിടക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരനായ പ്രിൻസ് വടം കെട്ടി ഇറങ്ങി അദ്ദേഹത്തെ കരയ്ക്ക് കയറ്റുകയായിരുന്നു. അതിസാഹസികമായി സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ടാണ് ആ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്നെ വിളിച്ചു പറഞ്ഞു, വടം നോക്കിയിട്ട് കിട്ടിയില്ല. രണ്ടാമത് ഒരു ചെറിയ കയറുമായിട്ട് ഓടി. അത് കഴിഞ്ഞപ്പം വീടിന് മണ്ടേ നോക്കിയപ്പോൾ കയറ് കിടപ്പുണ്ട്. അതെടുത്ത് ഞാൻ ഓടി വന്നപ്പം താഴെ ടൂറിസ്റ്റുകളുണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, അവർക്കറിയില്ല. അപ്പം ഞാൻ വീണ്ടും ഓടി ഇവിടെ കയറി വന്നപ്പം ആളിവിടെ നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഓടിക്കയറി വന്ന് കയറിട്ട് പിടിച്ചു കയറ്റുമായിരുന്നു. ശരിക്കും ഒരു കമ്പ്, ഇതാണ് ആ കമ്പ് കഷ്ണം. അതിൽ പിടിച്ച് ആരോ വലിച്ചെറിഞ്ഞാണെന്നാണ് പറഞ്ഞത്. അവിടെയും കണ്ട് വീട്ടിൽ ആരോ ടൂറിസ്റ്റുകൾ വന്ന ആൾ വലിച്ചെറിഞ്ഞ കമ്പാ അത്. കമ്പ് അവിടെ പോയി തടഞ്ഞിരുന്നു. അദ്ദേഹം അതേ പിടിച്ച് അവിടെ ഇരുന്നു. സുരക്ഷയില്ലല്ലോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കയറി വന്നത് തന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ വന്നിട്ട് ഇവിടെ മുഴുവൻ സ്ലിപ്പാകും. അവിടെ ഇപ്പം നോക്കി മുഴുവൻ സ്ലിപ്പാകും. ഇവിടുന്ന് പിടിവിട്ട് പോയാൽ താഴെ വീഴുകയുള്ളൂ. ഇങ്ങനെയാണ് 6 പേരോളം മരിച്ചത്. നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ സ്ഥലത്ത് പ്രാദേശിക വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ വികസനത്തിന് എന്ന പേരിൽ പല പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു. ഒരു വിനോദസഞ്ചാര കേന്ദ്രം എന്ന നിലയിൽ യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൌകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടില്ല. മനുഷ്യജീവന് സുരക്ഷ ഒരുക്കേണ്ട ബാധ്യതയുള്ള പഞ്ചായത്ത് അതിനുള്ള നടപടി എപ്പോൾ സ്വീകരിക്കുമെന്ന് നാട്ടുകാർ പലപ്പോഴായിട്ട് ചോദിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകൾക്ക് നിയന്ത്രണമെങ്കിലും ഏർപ്പെടുത്തണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 12 പേരുടെ ജീവനെടുത്ത അപായ കുഴികൾ ഇവിടെ ഇപ്പോഴുമുണ്ട്. അവിടേക്കൊക്കെ ആളുകൾ പോകാതിരിക്കാനുള്ള നടപടി അത് അധികൃതരാണ് സ്വീകരിക്കേണ്ടത്. അല്ലായെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഇനിയും ഉണ്ടായേക്കാമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നു. സുമിത്തിനൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി.